ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ സജീവമായി ചർച്ച ചെയ്തത്. ഇന്നലെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും എല്ലാം പറയുന്നത് ഞങ്ങൾ പറഞ്ഞതിനകത്ത് തെറ്റില്ല, ഞങ്ങൾ അതിനകത്ത് ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇന്നലെ പ്രസംഗത്തിലൊക്കെ ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഇവരുടെ പ്രതികരണത്തെ എങ്ങനെയാണ് കാണുന്നത്? നിലപാടിൽ നിന്ന് അവർ പിന്നോട്ട് പോകും കൈക്കൂലി തന്നെയാണെന്നാണ് പറയുന്നത്. അങ്ങനെ പക്ഷെ ആരോ പറയുന്നുണ്ട്, കോൺഗ്രസിന്റെ ചില മുതിർന്ന നേതാക്കന്മാർ ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, എങ്ങനെയാണ് ഉദ്ദേശിച്ചത്? ചിലരെങ്കിലും അങ്ങനെ പറഞ്ഞത് മോശമായി പോയി, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന തോന്നലിൽ നിന്നാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ തെറ്റായ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തിരുത്തുന്നതല്ല, അതിൽ തന്നെ പിടിച്ച് നിൽക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്നവർ ഒരുപക്ഷെ ഉണ്ടാവാം. അവരോടൊന്നും പ്രത്യേകമായിട്ട് എന്തെങ്കിലും എനിക്ക് പറയാനില്ല. ഞാൻ ഈ വിവാദത്തിൽ തുടർന്നു പോകാനും ആഗ്രഹിക്കുന്നില്ല. എങ്കിലും അത് സംബന്ധിച്ചുള്ള നിലപാട് ഇന്നലെ വ്യക്തമായിട്ട് തന്നെ ഞാൻ പറഞ്ഞതാണ്. 60 ലക്ഷത്തിലധികം പേര് ഇന്ന് പെൻഷൻ വാങ്ങുന്നുണ്ട് കേരളത്തിൽ. 60 ലക്ഷത്തിലധികം പേർ. അതിൽ അപൂർവങ്ങളിൽ അത്യപൂർവമായി ചില അനർഹരുണ്ട് എന്ന് കണ്ടെത്തിയപ്പോൾ അത് കണ്ടെത്തി കർശനമായി അത്തരക്കാരെ ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി വാങ്ങിയ പണം തിരിച്ചു പിടിക്കുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ 60 ലക്ഷം ഏറ്റവും അർഹരായവർ ഈ പെൻഷൻ വാങ്ങുകയാണ്. ആ പെൻഷൻ വാങ്ങുന്നവരെയൊക്കെ നമ്മൾ കാണുമ്പോഴാണ് അവരുടെ മുഖത്തെ ആഹ്ലാദം, അവരുടെ കണ്ണുകൾ നിറയുന്നത് കാണുമ്പോഴാണ് അതിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ പ്രായമായ 2 പേർ മാത്രമാണുള്ളതെന്നിരിക്കട്ടെ, ആ 2 പേർക്ക് ഒരു മാസം 3200 രൂപ പെൻഷൻ കിട്ടും. എല്ലാമായി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കാൻ, പട്ടിണി കിടക്കാതിരിക്കാൻ, അരി വാങ്ങിക്കാൻ അത് ഉതകും, കഞ്ഞി കുടിച്ച് ജീവിക്കാൻ അത് ഉതകും. അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അത് വർദ്ധിപ്പിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. ഒരു 2500 രൂപയെങ്കിലുമായി ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണം എന്നതാണ് ഞങ്ങളുടെ നിലപാട്. നിർഭാഗ്യവശാൽ മറ്റു ചിലർക്ക് ആ നിലപാടില്ല, അവരിതിനെ എതിർക്കുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലത്തെ ഒരു പ്രസ്താവന മാത്രമല്ല. കർഷക തൊഴിലാളി പെൻഷൻ ഇന്ത്യയിൽ ആദ്യമായി 980 ഗവൺമെൻറ് ഇവിടെ ആരംഭിച്ചപ്പോൾ, നായനാർ മുഖ്യമന്ത്രിയായ ഗവൺമെൻറ് ആരംഭിച്ചപ്പോൾ അതിനെ എതിർത്ത് സമരം ചെയ്തതാണ് കോൺഗ്രസ്. അവരാ നയം തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വേണമെങ്കിൽ അവർക്ക് പറയാം ഞങ്ങളന്ന് പെശക് പറ്റി, ഞങ്ങൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെ ആരെങ്കിലും പരസ്യമായി പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. അന്ന് അവരതിനെ എതിർത്തു, സമരം ചെയ്തു. ആ എതിർപ്പ് മനസ്സിലാക്കിയിട്ടാണ്, ആ എതിർപ്പിനെ അതിജീവിച്ചിട്ടാണ് കേരളത്തിൽ ഈ പെൻഷനുമായി മുൻപോട്ട് പോകാൻ സാധിച്ചത്. അങ്ങനെ ഇപ്പോൾ ഈ നിലയിൽ എത്തി നിൽക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ അതൊരു കൈക്കൂലിയാണെന്ന് പറഞ്ഞാൽ ഈ വാങ്ങുന്ന ആളുകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യലാണ്. അത് പറയാൻ പാടില്ലായിരുന്നു. അതാണ് എൻ്റെ അഭിപ്രായം. ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസ നടപടി സർക്കാർ സ്വീകരിക്കുമ്പോൾ അതിനെ ഇങ്ങനെ അവഹേളിക്കാൻ പാടില്ലാത്തതാണ്. മാത്രവുമല്ല, നമ്മുടേതുപോലെ ഒരു ആധുനിക കാലഘട്ടത്തിൽ, ഇങ്ങനെയൊരു സമൂഹത്തിൽ ഒരാൾ ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ദാരിദ്ര്യം പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ഭരണാധികാരികൾക്കാണ്, സമൂഹത്തിനാണ്. ഒരു ഭരണാധികാരിക്ക് തൻ്റെ ഭരണത്തിന് കീഴിൽ ഒരാൾ പോലും പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമ്പോഴാണ് മികച്ച ഭരണമാണ്, മികച്ച ഭരണാധികാരിയാണെന്ന് പറയാൻ കഴിയുക. ആ ഒരു കാഴ്ചപ്പാട് കൂടി ഉള്ളിലുള്ളത് കൊണ്ടാണ് LDF ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത്. ഇത് മുടങ്ങിപ്പോയതായിരുന്നല്ലോ, UDFൻ്റെ കാലത്ത് മുടങ്ങിപ്പോയതായിരുന്നല്ലോ. അത് വീണ്ടും പുനഃസ്ഥാപിച്ച് അത് കുടിശ്ശിക തീർത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഈ മനുഷ്യപക്ഷ നിലപാടാണ്. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഞാൻ ഉറച്ചു നിൽക്കുന്നു. പിന്നെ ഈ കാര്യത്തിൽ ആരോടെങ്കിലും തർക്കിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ നിലപാട് ഞങ്ങൾ കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യവും യാഥാർത്ഥ്യങ്ങളും മുന്നിൽ നിർത്തിക്കൊണ്ടാണ് സൂചിപ്പിച്ചിട്ടുള്ളത്.